വെൽക്കം അയാൾ. അങ്ങനെ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചെന്നൈയിലെ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പല പ്രാവശ്യം വരുമ്പോഴും കഴിക്കാറുണ്ടെങ്കിൽ ഈ സ്ട്രീറ്റിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ച് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ അത് കേട്ടോ. കാരണം നമുക്ക് ഒരിക്കലും ആ ഫീൽ കറക്റ്റ് റിയൽ ആയിട്ടുള്ള അതിൻ്റെ ചെന്നൈയിലെ ബിരിയാണിയുടെ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രീറ്റുകളിൽ നിന്നുള്ള ഫുഡ് തന്നെ കഴിക്കണം. അതേപോലെ തന്നെ നല്ല ഫുഡ് തന്നെ മാക്സിമം നോക്കി വാങ്ങിച്ച് കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് 90 രൂപയാണ് ഇതിൻ്റെ ഒരു വില വരുന്നത്. എന്നാൽ 90 രൂപ വിലയുള്ളതെന്ന് വിചാരിച്ച് ഇതിൻ്റെ പീസിന് ഒരു കുറവില്ല കേട്ടോ. നല്ല സൂപ്പർ ബിരിയാണി. മീൻകുട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, നമ്മുടെ പൂച്ചാണ്ടി സാറിനെ കണ്ടപ്പോൾ എനിക്കിതാണ് ഓർമ്മ വരുന്നത് കേട്ടോ. പക്ഷേ ഓർമ്മകളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബിരിയാണിയിലേക്ക് വീണ്ടും കിടന്നു. നല്ലപോലെ ഇളക്കി അങ്ങോട്ട് ഒരു പിടി അങ്ങോട്ട് കഴിച്ചു. എന്താ ടേസ്റ്റ് എന്നറിയാൻ വേണ്ടി ഒരു നിമിഷം നമ്മളത് വായിലിട്ടിട്ട് ഇങ്ങനെ രുചിച്ചങ്ങനെ നിന്ന്. അപ്പോഴതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എന്തോ ടേസ്റ്റ് എന്നൊരു പറയാനൊന്നുമില്ല, അതിന് പ്രത്യേകിച്ച് പറയാൻ വാക്കുകളേ ഇല്ല. കാരണം അത് കഴിച്ച് നോക്കണം. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചെന്നൈയിൽ വരുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ട്രൈ ചെയ്യണം. മസ്റ്റായിട്ട് ബീഫ് ബിരിയാണി ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് കഴിക്കണം കേട്ടോ. ഇവർ ഈ ബീഫ് ബിരിയാണി വെക്കുന്നതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാംസം മാത്രമാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ അതിൻ്റെ ചവ്വുകൾ അങ്ങനെ കൂടുതൽ ഉപയോഗിക്കാറില്ല. ഇവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചവ്വ ഉണ്ട്, എന്നിട്ട് ഇത് കണ്ടില്ലേ കുറുകി ഇങ്ങനെ ഇരിക്കും. ആ നെയ്യ് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ ബിരിയാണി മൊത്തത്തിൽ അതിൻ്റെ ആ ഒരു രുചി അങ്ങോട്ട് ഫ്ലേവറൊക്കെ അങ്ങോട്ട് നമ്മൾ ഇളക്കി കഴിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കഴിക്കാനായാലും നമുക്ക് ആ ഒരു മണവും അതിൻ്റെ ആ രുചി ഒരു പ്രത്യേക ഫീൽ. അത് കഴിക്കാൻ തുടങ്ങിയതൊട്ട് രണ്ടുപേര് എന്നെ വായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കിട്ടുമെന്ന് വിചാരിച്ച് എന്നെ നോക്കി നിൽക്കും. അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പി മീൻ. അങ്ങനെ സൂപ്പറായിട്ട് ആ ബിരിയാണി അത് എവിടെ പോകാനാണോ. അപ്പോൾ അടുത്ത കാഴ്ചകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.